കൊടും കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഹിൽ സ്റ്റേഷൻ. പച്ചപ്പരവതാനി വിരിച്ച മലകളും വെള്ളച്ചാട്ടങ്ങളും വന്യജീവികളും കടന്നുപോകുന്ന യാത്രാനുഭവം. ഇത് വാൽപ്പാറ, പ്രകൃതിയുടെ വിസ്മയ കാഴ്ചകളിലൊന്ന്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമലൈ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഹിൽ സ്റ്റേഷനാണ് വാൽപ്പാറ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3500 അടി ഉയരത്തിലുള്ള ഈ പ്രദേശം കടും പച്ചക്കാടുകളും തേയിലത്തോട്ടങ്ങളും മലഞ്ചെരുവുകളും കൊണ്ട് പ്രശസ്തമാണ്. ഞാൻ ആദ്യമായാണ് വാൽപ്പാറയിലേക്ക് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ആകാംക്ഷയും എനിക്കുണ്ട്. കോടമഞ്ഞും കൊടും കാടും മലകളും തേയിലത്തോട്ടങ്ങളും കാട്ടുമൃഗങ്ങളുമൊക്കെ വാൽപ്പാറയുടെ പ്രത്യേകതയാണ്. വാൽപ്പാറയിലേക്കുള്ള യാത്ര വളരെ മനോഹരമാണ്. ഞങ്ങൾ അതിരാവിലെ തന്നെ പൊള്ളാച്ചിയിലെത്തി. പൊള്ളാച്ചിയിലാണ് ആളിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. വാൽപ്പാറയിലേക്കുള്ള യാത്രയിൽ യാത്രികരെ ആകർഷിക്കുന്നതിൽ പ്രധാനപ്പെട്ടതാണ് ആളിയാർ ഡാം. പക്ഷേ ഞങ്ങൾ അതിരാവിലെ തന്നെ എത്തിയതിനാൽ ഡാം തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുമ്പോൾ കൂട്ടുകാരുമൊത്ത് ഈ ഡാം സന്ദർശിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഡാം തുറക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. പൊള്ളാച്ചിയിൽ നിന്ന് ഏകദേശം 64 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വാൽപ്പാറയിലേക്ക്. പക്ഷേ പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് എത്താൻ 40 ഹെർപ്പിൻ വളവുകൾ കടക്കേണ്ടി വരും. യാത്രക്കാരെ ആകർഷിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് ഈ വളവുകളിലൂടെയുള്ള യാത്രയും അതിനൊപ്പം കാണുന്ന പ്രകൃതി ദൃശ്യങ്ങളുമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെക്ക് പോസ്റ്റിലെത്തി. കാട്ടിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ 40 ഹെർപ്പിൻ വളവുകളുള്ള കാട്ടിലേക്ക് കയറി. ഈ വഴികളിലൂടെ കടന്നുപോയപ്പോൾ ആളിയാർ ഡാം കാണാൻ പറ്റി. ഡാം തുറന്നില്ലെങ്കിൽ എന്താ, അതേ വ്യൂ നമുക്ക് ഈ വഴികളിൽ നിന്ന് ലഭിച്ചു. കുറച്ചു നേരം ഈ വഴിയിൽ നിർത്തി ഡാമിന്റെ ഭംഗി ആസ്വദിച്ചു. കുറച്ചുകൂടി മുകളിലെത്തിയാൽ ഡാമിന്റെ മുഴുവനായിട്ടുള്ള വ്യൂ നമുക്ക് കാണാം. കുറച്ചു നേരം ആളിയാർ ഡാമിന്റെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തുടർന്നു. ഈ വഴികളിലാണ് മങ്കി വാട്ടർഫോൾസ് ഉള്ളത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മങ്കി വാട്ടർഫോൾസ് തുറക്കാൻ സമയമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാട്ടർഫോൾ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ മുൻപ് പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന കാലത്ത് കൂട്ടുകാരുമൊത്ത് ഇവിടെയും വന്നിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിച്ചിട്ടൊക്കെയുണ്ട്. അതെല്ലാം മനസ്സിൽ അങ്ങനെ ഓർമ്മ വന്നു. ഞാൻ ഈ വഴികളിലൊക്കെ കോടമഞ്ഞുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എവിടെയും കോടയൊന്നും കണ്ടില്ല. നല്ല വെയിലാണ്. മിക്കവാറും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചായിരിക്കും വാൽപ്പാറയിലെ കാലാവസ്ഥയും. എന്തായാലും വാൽപ്പാറയിൽ കോടമഞ്ഞുണ്ടാവില്ലെന്ന് മനസ്സിലായി. 9ാമത്തെ ഹെർപ്പിൻ വളവിലെത്തിയപ്പോൾ വഴയാടിനെ കണ്ടു. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വന്യജീവിയാണിത്. അത് റോഡരികിലെ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കായിരുന്നു, ഇത്രയും പച്ചപ്പുള്ള കാടുണ്ടായിട്ട് ഇവ എന്തിനാണ് ഈ തിരക്കുള്ള റോഡിനരികിലെ പുല്ല് തിന്നുന്നത് എന്ന്. ഞങ്ങൾക്ക് കൂടുതൽ നേരമൊന്നും വഴിയിൽ നിർത്താൻ സാഹചര്യമുണ്ടായിരുന്നില്ല. ഫോറസ്റ്റുകാർ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളോട് ഈ വഴികളിലൊന്നും നിർത്തരുതെന്ന് അവർ വാണിംഗ് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഹെർപ്പിൻ വളവുകളിൽ പിന്നീട് നിർത്താതെ യാത്ര തുടരേണ്ടി വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയായി യാത്ര. മറ്റേതോ ലോകത്തെത്തിയ പോലെ. എവിടെ നോക്കിയാലും തേയിലത്തോട്ടങ്ങൾ, ചുറ്റും കുന്നും മലകളും മാത്രം. കോടയൊന്നുമില്ലെങ്കിലും എന്തൊരു ഭംഗിയാണ് കാണാൻ. ഈ കാഴ്ചകളൊക്കെ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും തരും. അതുകൊണ്ട് തന്നെയാണ് യാത്രകൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാവുന്നത്. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ വഴിയിൽ സിംഹവാലൻ കുരങ്ങിനെ കണ്ടു. അതങ്ങ് ദൂരെ ഒരു മരത്തിന്റെ മുകളിലാണുള്ളത്. ഞാൻ ആദ്യമായാണ് ഇവയെ കാണുന്നത്.
വംശനാശം നേരിടുന്ന മറ്റൊരു വന്യജീവിയാണ് സിംഹവാലൻ കുരങ്ങുകൾ. ഇവയെ നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വാൽപ്പാറയിലേക്ക് യാത്ര ആരംഭിച്ചത്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു, അതെന്തായാലും സാധിച്ചു. ചിലപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവയെ കാണാനേ പറ്റില്ല. ഇങ്ങനെ എത്രയെത്ര ജീവികളാണ് ഈ ഭൂലോകത്തു നിന്ന് ഇല്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ അടുത്ത തലമുറയ്ക്ക് ഇവയെ കാണാൻ പറ്റൂ. ഇവിടെ നിന്ന് നേരെ പോയത് നല്ലമുടി വ്യൂ പോയിന്റിലേക്കാണ്. പോകുന്ന വഴിയൊക്കെ കാണാൻ മനോഹരമാണ്. ചുറ്റും തേയിലത്തോട്ടങ്ങൾ, നമ്മളും പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും മാത്രം. നമ്മളും പ്രകൃതിയും മാത്രമുള്ള ഇടം എനിക്കെപ്പോഴും പ്രിയപ്പെട്ടതാണ്. ഒരിക്കലും മടുക്കില്ല. കാരണം നമ്മളെ സന്തോഷിപ്പിക്കാൻ പ്രകൃതിയുടെ മാജിക്കുകൾ എപ്പോഴും അവിടെ ഉണ്ടാവും. കുറച്ചു കഴിഞ്ഞപ്പോൾ നല്ലമുടി വ്യൂ പോയിന്റിലെത്തി. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ തേയിലത്തോട്ടത്തിലൂടെ നടന്നു വേണം നമ്മൾ വ്യൂ പോയിന്റിൽ എത്താൻ. ചുറ്റും പച്ചപ്പ് മാത്രം. ഒരിക്കലെങ്കിലും ഇതിലൂടെ നടക്കണം. അത്രയും മനോഹരമാണ്. 1 കിലോമീറ്റർ നടക്കാനുണ്ടെങ്കിലും ഈ തണുത്തം നമ്മളെ മടുപ്പിക്കില്ല. കാരണം ഈ സ്ഥലം നമ്മളുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം നൽകും. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ മുന്നിൽ ഇന്ത്യൻ ഗോറിനെ കണ്ടു. ശരിക്കും അതിൻ്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ പേടിയുണ്ടെങ്കിലും ഞാൻ അതിനെ കൗതുകത്തോടെ നോക്കി നിന്നു. അത് ഞങ്ങളെ മൈൻഡ് ചെയ്യാണ്ട് പുല്ലും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നടക്കുന്ന വഴികളിൽ പലയിടങ്ങളിലായി ഇന്ത്യൻ ഗോറുകളുണ്ട്. ഇവയൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റിലെത്തി. നല്ല വെയിലായതുകൊണ്ട് തന്നെ കുറച്ചു നേരമേ ഞങ്ങൾ അവിടെ ഇരുന്നുള്ളൂ. വ്യൂ പോയിന്റിലെ അങ്ങ് ദൂരെ മലയിൽ ഒരു വെള്ളച്ചാട്ടം കാണാം. ഇതൊരു മഴക്കാലമാണെങ്കിൽ നല്ലോണം വെള്ളം ഉണ്ടാവുമായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ ആകെ മാറി. ആകാശത്താകെ കാർമേഘം വന്നു മൂടിയിരിക്കുന്നു. കുറച്ചു മുമ്പ് വരെ നല്ല വെയിലായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല മഴക്കാറും. മഴ പെയ്യുമ്പോൾ തേയിലത്തോട്ടങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇരുണ്ടു മൂടിയ കാലാവസ്ഥയിൽ തേയിലയുടെ തളിരിലകൾക്ക് ഒരു തിളക്കം പോലെ. ആ തളിരിലകളിലേക്ക് മഴത്തുള്ളികൾ വീഴുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ചു നേരം വരെ നല്ല വെയിലായിരുന്ന ഇടം പെട്ടെന്നാണ് മാറിയത്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ പ്രകൃതിയുടെ മാജിക്, അതാണിത്. പ്രകൃതി ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല. നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. തേയിലത്തോട്ടങ്ങളിലൊക്കെ മഴ വീഴുന്നതെല്ലാം കുറച്ചു നേരം നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. വഴിയിൽ കുറേ പേര് തോട്ടങ്ങളിലെ ജോലിയെല്ലാം നിർത്തിവെച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. ഇവരുടെ വേഷം കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. മഴ കൊള്ളാതിരിക്കാൻ റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് അവർ നടക്കുന്നത്. മഞ്ഞ, പച്ച, ചുവപ്പ്, നീല അങ്ങനെ പല നിറത്തിലുള്ള റെയിൻകോട്ടുകളാണ് അവർ ധരിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും തലയിൽ ഓരോ കെട്ടുകളുണ്ട്. അവരുടെ ടൂൾസ് ആണെന്ന് തോന്നുന്നു. എന്ത് രസാണല്ലേ ഇതൊക്കെ കണ്ടിരിക്കാൻ. അങ്ങനെ കുറേ സമയം തേയിലത്തോട്ടത്തിലെ മഴ ആസ്വദിച്ചു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇവിടെയുള്ളവർക്കൊക്കെ എന്തൊരു ഭാഗ്യമാണെന്ന്. ഇത്രയും മനോഹരമായ സ്ഥലത്ത് ജീവിക്കാലോ. മഴയും കോടമഞ്ഞും കാടും കാട്ടുമൃഗങ്ങളെയും തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാലോ. മനസ്സിന് വളരെയധികം സന്തോഷം ലഭിക്കുന്ന കാഴ്ചകളാണിതൊക്കെ. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടൗണിലെത്തി. ടൗണിൽ സ്റ്റേ ചെയ്യാനുള്ള കുറേ ഇടങ്ങളുണ്ട്. ചീപ്പായ അത്യാവശ്യം നല്ല സ്റ്റേകൾ ടൗണിലുണ്ട്. ബജറ്റ് ഫ്രണ്ട്ലി യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ടൗണിൽ സ്റ്റേ ചെയ്യുന്നതാണ് നല്ലത്.
ഞങ്ങൾ അങ്ങനെ ടൗണിൽ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം സൂര്യോദയം കാണാൻ നല്ലമുടി വ്യൂ പോയിന്റിന്റെ ഭാഗത്ത് തന്നെ പോവാമെന്ന് കരുതി. നല്ലമുടി വ്യൂ പോയിന്റ് എത്തുന്നതിന് മുമ്പ് ഒരു മനോഹരമായ വ്യൂ പോയിന്റ് ഉണ്ട്. അവിടുത്തെ സൺറൈസ് നല്ലതായിരിക്കുമെന്ന് ഞങ്ങൾ ഇന്നലെയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറ്റുവാണെങ്കിൽ അവിടുത്തെ സൺറൈസ് കാണണം. വാൽപ്പാറ ടൗൺ കാണാനും മനോഹരമാണ്. മലകൾക്കും തേയിലത്തോട്ടങ്ങൾക്കും ഇടയിൽ ഒരു ടൗൺ, അതാണ് വാൽപ്പാറ ടൗൺ. പണ്ട് ഇത്രയും വലിപ്പം ഈ ടൗണിലില്ലായിരുന്നു അത്രേ. കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഭംഗി ഇവിടെ ഉണ്ടാവില്ല. കാരണം അപ്പോഴേക്കും ഇത് വലിയൊരു ടൗണായി മാറിക്കാണും. പിന്നെ കുറേ ടൗണുകൾ വാൽപ്പാറയുടെ പലയിടങ്ങളിലായി വരും. അപ്പോൾ ഈ പ്രദേശം മുഴുവനായും മറ്റൊരു സ്ഥലമായി മാറിയിട്ടുണ്ടാവും. പലയിടങ്ങളിലായി കുറേ ബിൽഡിങ്ങുകൾ വന്നാൽ ഈ ഭംഗി ഉറപ്പായും വാൽപ്പാറയ്ക്ക് ഉണ്ടാവില്ല. വിജനമായ കാടുകളും കാട്ടുമൃഗങ്ങളും തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഒക്കെയാണ് വാൽപ്പാറയെ മനോഹരമാക്കുന്നത്. വളരെ കാലം മുമ്പ് ഇവിടെ മുഴുവൻ കാടായിരുന്നു. ഉൾവനത്തിൽ മാത്രം ജീവിക്കുന്ന മാലസർ എന്ന ഗോത്രവിഭാഗവും കാടർ എന്ന ഗോത്രവിഭാഗങ്ങളും മാത്രമായിരുന്നു വാൽപ്പാറയിൽ ജീവിച്ചിരുന്നത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ വാൽപ്പാറ കാപ്പിക്കൃഷിക്കും തേയിലക്കൃഷിക്കും അനുയോജ്യമാണെന്ന് കണ്ടെത്തി. അങ്ങനെ 1864 ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ രാമസ്വാമി മുതലിയാർ എന്ന തമിഴ് വ്യവസായി വാൽപ്പാറയിൽ ആദ്യമായി കാപ്പിക്കൃഷി പ്ലാന്റേഷന് തുടക്കം കുറിച്ചു. പിന്നീട് W. വിൻഡിൽ എന്ന ബ്രിട്ടീഷുകാരനായ പ്ലാന്ററിന്റെ നേതൃത്വത്തിൽ വൻതോതിൽ മരങ്ങൾ വെട്ടിമാറ്റി തേയിലയും കാപ്പിയും നട്ടുപിടിപ്പിച്ചു. ഇതിനു പിന്നാലെ നിരവധി ബ്രിട്ടീഷ് കമ്പനികൾ വാൽപ്പാറയിൽ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചു. അതിനുശേഷം പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പ്രശസ്തമായ 40 ഹെയർപിൻ ബെൻഡുള്ള റോഡ് നിർമ്മിക്കുകയും ചെയ്തു. ഇത് വാൽപ്പാറയിലേക്കുള്ള ഗതാഗത സൗകര്യം സുഗമമാക്കി. ഇന്ന് ഇവിടെയുള്ള ആളുകളൊക്കെ തേയിലത്തോട്ടത്തിലെയും കാപ്പിത്തോട്ടത്തിലെയും ജോലിക്ക് വേണ്ടി ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുടിയേറ്റം ചെയ്തവരാണ്. പിന്നീട് അവർ അവരുടെ കുടുംബത്തെ കൂടെ ഇവിടെ കൊണ്ടുവന്നു താമസിപ്പിച്ചു. അങ്ങനെ ഇവിടെ സ്ഥിരതാമസക്കാരായി. അവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗക്കാർ പിന്നീട് കാടുവിട്ട് വാൽപ്പാറയിലെ പലയിടങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന തേയിലത്തോട്ടങ്ങൾക്കും കാപ്പിക്കൃഷിക്കും പ്രശസ്തമായ വാൽപ്പാറ ഉണ്ടായത്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വ്യൂ പോയിന്റിലെത്തി. നല്ലമുടി വ്യൂ പോയിന്റ് എത്തുന്നതിന് മുമ്പേ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇതാണത്. രാവിലത്തെ സൂര്യകിരണങ്ങൾ പതിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഒരു ചേട്ടൻ വന്നു പറഞ്ഞു, തേയിലത്തോട്ടത്തിൽ ആനക്കൂട്ടം ഉണ്ടെന്ന്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഉണ്ട്. കുറച്ചെണ്ണമുണ്ട്, പക്ഷെ വളരെ ദൂരത്താണുള്ളത്. തേയിലത്തോട്ടത്തിലെ കുന്നുകളിൽ ആനകൾ നിൽക്കുന്നതൊക്കെ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായാണ് നേരിട്ട് കാണുന്നത്. എനിക്ക് നല്ല സന്തോഷം തോന്നി. അവിടെ കുറച്ചു സമയം ചെലവഴിച്ച് ഞങ്ങൾ തിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചായക്കട കണ്ടു. തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ ഒരു നാടൻ ചായക്കട. അവിടെ നിന്ന് ചായ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറച്ചു സമയം അവിടെ ചെലവഴിച്ചു. ചായക്കടയുടെ മേൽക്കൂര ഷീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മിക്ക വീടുകളും ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലപ്പോഴും ആ ഷീറ്റിനു മേലെ പുല്ലൊക്കെ വളർന്നിട്ടുണ്ടാവും. ചില വീടുകളൊക്കെ കണ്ട മേൽക്കൂര പുല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് തോന്നും. മേൽക്കൂരയിലൊക്കെ അത്രയും ചെടികൾ വളർന്ന് പന്തലിച്ചിട്ടുണ്ടാവും. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. വഴികൾ കാണാൻ മനോഹരമാണ്. സ്വർഗം പോലെ തോന്നുന്ന സ്ഥലമാണിത്. എങ്ങു നോക്കിയാലും പ്രകൃതിയുടെ വിസ്മയങ്ങൾ മാത്രം. കുറെ കഴിഞ്ഞപ്പോൾ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കാനായി പോകുന്ന ആളുകളെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് യാത്ര തിരിച്ചു.
ഇനി ഇവിടെ നല്ല വെയിലായിരിക്കും, അതുകൊണ്ട് തന്നെ കുറച്ചു സമയം വിശ്രമിക്കാമെന്ന് കരുതി. എന്നിട്ട് സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ പോകണം. സിംഹവാലൻ കുരങ്ങുകളെ കാണണമെന്നത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇന്ത്യയിൽ തന്നെ കേരളത്തിലെയും കർണാടകയിലെയും തമിഴ്നാട്ടിലെയും പശ്ചിമഘട്ട മലകളിൽ മാത്രം കണ്ടുവരുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വന്യജീവിയാണ് സിംഹവാലൻ കുരങ്ങുകൾ. ഇന്ത്യയിൽ തന്നെ ഏകദേശം 4000-ഓളം സിംഹവാലൻ കുരങ്ങുകളാണ് ആകെയുള്ളത്. അതിൽ 200-ഓളം സിംഹവാലൻ കുരങ്ങുകൾ മാത്രമാണ് വാൽപ്പാറയിലുള്ളത്. என் பேர் கண்ணன். நான் வந்து இந்த என்சிஎஃப்பில் ஒர்க் பண்ணிகிட்ருக்கேன். வால்பாறையில் புதுத்தோட்டம் இடத்துல பார்த்தீங்கன்னா சிங்கவால் குரங்குன்னு இருக்குது. என் பேர் தர்மராஜ். நானும் கண்ணன் 2 பேரும் வந்து 10 வருஷம் மேலே ஆகிப்போச்சு. சிங்கவால் குரங்கு பாதுகாப்பு பண்ணிக்கிட்டு இருக்கோம். இங்கே பார்த்தீங்கன்னா ஒரு 5 டீமாக இருக்குது சிங்கவால் குரங்கு. ஃபஸ்ட்டில் ஒரு குரூப்பில் பார்த்தீங்கன்னா 104 இருக்குது, 2வது குரூப்பில் 45, 3வது குரூப்பில் வந்து 18, 4வது குரூப்பு 14, அப்புறம் பார்த்தீங்கன்னா இன்னொரு குரூப்பில் 8 இருக்குது. இந்த குரங்கு சிங்கவால் குரங்கு வந்து ரோட்டில் வர்றத அடிப்படாத போர்டு வச்சு பாதுகாப்பு பண்ணிக்கிட்டு இருக்கோம். எங்கேயும் மாரி எதுவும் ஆகாது. வர்றவங்க ஃபுட்டு போட்டுறாங்க ரோட்டில். ஃபுட்டு போடுறதுனால அது ரோட்டுக்கு வந்துடுது. ஃபுட்டு போடுறதா இருந்தால் அது பட்டு மரத்தில் உட்காந்துக்கும். இது வந்து பார்த்தீங்கன்னா சில பேர் பார்த்தீங்கன்னா டூரிஸ்ட் எல்லாம் வந்தாங்கன்னா சில பேர் வண்டியை ஓரமாக போட்டு வந்து பார்க்குறவங்களாம் இருக்காங்க. சில பேர் பார்த்தீங்கன்னா வண்டியை நிப்பாட்டிட்டு அப்படியே மிச்சரு முறுக்கு இந்த மாதிரி போட்டு பழக்கிடுறாங்க. அது மாதிரி போடக்கூடாதுங்கிறத தடுத்துட்ருக்கோம். ஏன்னு கேட்டிங்கன்னா இது வந்து ரொம்ப அழியக்கூடிய இனத்தில் இருக்கிறதுனால இது நம்ம சாப்பாடெல்லாம் சாப்பிட்டுச்சுன்னா அதுகளுக்கு உடலுக்கெல்லாம் பாதிப்பு ஏற்படும், நிறையா நோய்கள்லாம் அட்டாக் பண்ணும். அப்புறம் பழக்க வழக்கங்கள் மாறிடும். அதனால தான் இதை பாதுகாக்கிறோம். 12 വർഷങ്ങൾക്ക് മുമ്പ് 130 എണ്ണത്തിൽ കുറവ് സിംഹവാലൻ കുരങ്ങുകൾ മാത്രമേ വാൽപ്പാറയിലുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അത് 200ന്റെ അടുത്തെത്തി നിൽക്കുന്നു എന്ന് ഇവർ പറഞ്ഞത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. വംശനാശ ഭീഷണി നേരിടുന്ന മറ്റു മൃഗങ്ങളെ കൂടെ സംരക്ഷിക്കാൻ പറ്റട്ടെ, എന്നാലേ ഈ കാടും കാട്ടുമൃഗങ്ങളുമൊക്കെ എക്കാലത്തും നിലനിൽക്കും. കുറച്ചു സമയം ഇവരുടെ കൂടെ ചെലവഴിച്ചു. അങ്ങനെ ഞങ്ങൾ വാൽപ്പാറ ടൗണിൽ തിരിച്ചെത്തി. ടൗണിലൂടെ നടക്കാമെന്ന് തീരുമാനിച്ചു. ടൗണിലെ ആളുകളെയും അവരുടെ ജീവിത രീതിയുമൊക്കെ പരിചയപ്പെടാലോ. കുറച്ചങ്ങ് നടന്നപ്പോൾ വഴിയിൽ ഒരു സിംഹവാലൻ കുരങ്ങ് ചോക്ലേറ്റ് കഴിക്കുന്നത് കണ്ടു. ആ കാഴ്ച എന്നെ ഞെട്ടിച്ചു. കാട്ടിലെ പഴങ്ങൾ കഴിക്കേണ്ട ഇവർ കഴിക്കുന്നത് ഇത്തരം സാധനങ്ങളാണ്. എന്തൊരു അവസ്ഥയാണല്ലേ ഇത്. പലപ്പോഴും യാത്രക്കാര് ഇവർക്ക് ഭക്ഷണം കൊടുക്കും. സ്നേഹം തോന്നി കൊടുക്കുന്നതാണെങ്കിലും പിന്നീട് അത് അവർക്കും നമ്മൾക്കും ദ്രോഹമായി മാറും. കാരണം അവർ പിന്നീട് കാട്ടുപഴങ്ങൾ തേടി കാട്ടിലേക്ക് പോയില്ല. അത് കാട് നശിക്കാൻ വരെ കാരണമാവുമത്രേ. മാത്രമല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ടുകൊടുത്താൽ പിന്നീട് ഇവർ നാട്ടുകാരെയും യാത്രികരെയും അത് കിട്ടാൻ വേണ്ടി ഉപദ്രവിക്കും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ഇവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ടുകൊടുക്കരുത്. അവർക്കുള്ള ഭക്ഷണം കാട്ടിൽ തന്നെയുണ്ട്. സാധാരണ ഇവർ അങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങാറില്ല. പക്ഷേ ഈയിടെയായി ഇവ ടൗണിലേക്ക് ഫുഡിന് വേണ്ടി ഇറങ്ങുന്നുണ്ടത്രേ. അതുകൊണ്ട് തന്നെ ടൗണിലെ റോഡിലൊക്കെ ഇവയെ കാണാം. ആളുകളുടെ വീടിന് മുകളിലും കടകളിലുമൊക്കെ കുരങ്ങുകളുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ഇവയെ ഇത്തരത്തിൽ കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കുറച്ചങ്ങ് നടന്നപ്പോൾ വാൽപ്പാറയിലെ മാർക്കറ്റിലെത്തി. താഴോട്ട് കുറച്ചധികം സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം മാർക്കറ്റിലെത്താൻ. പൂ വിൽക്കുന്ന ആളുകളും മറ്റു സാധനങ്ങൾ വിൽക്കുന്നവരും ഒക്കെയുള്ള ഒരു തിങ്ങി നിറഞ്ഞ സ്ഥലമാണിത്. കുറച്ചു സമയം അവിടെ ചെലവഴിച്ചു. ആ പരിസര പ്രദേശവും സിംഹവാലൻ കുരങ്ങുകൾ കയ്യേറിയിരിക്കുന്നു. ആളുകളുടെ അടുത്തുനിന്ന് സാധനങ്ങൾ തട്ടിപ്പറിക്കുന്നു. ഒരു 6 മണി ആയാൽ പിന്നെ ഇവർ തിരിച്ച് കാട്ടിലേക്ക് പോകുമത്രേ. പിന്നീട് അടുത്ത ദിവസം ഇവർ ഇതുപോലെ തുടരും. എനിക്കിതൊക്കെ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ സിംഹവാലൻ കുരങ്ങുകളെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്. അവയെ പുറത്തൊന്നും അങ്ങനെ കാണാൻ കഴിയില്ലെന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാടും കാട്ടിലെ മൃഗങ്ങളും മനുഷ്യന്റെ വെട്ടിപ്പിടിക്കൽ കൊണ്ട് മാറിയിരിക്കുന്നു എന്ന് ഈ യാത്ര മനസ്സിലാക്കി തന്നു. ഈ ഒരു യാത്ര എനിക്ക് സമ്മാനിച്ചത് വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു.
തേയിലത്തോട്ടത്തിലെ ആനക്കൂട്ടങ്ങളും ടൗണിലിറങ്ങിയ സിംഹവാലൻ കുരങ്ങുകളും പൂന്തേൻ നുകരുന്ന മലയണ്ണാനും മനോഹരമായ വ്യൂ പോയിന്റുകളും താഴ്വരകളും അങ്ങനെ വേറിട്ട അനുഭവങ്ങളാണ് വാൽപ്പാറയിൽ നിന്ന് ലഭിച്ചത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഓരോ യാത്രികരുടെയും മനസ്സിനെയും ആഴത്തിൽ സ്പർശിക്കും. പ്രകൃതിയെയും വന്യമൃഗങ്ങളെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. വാൽപ്പാറ എനിക്ക് ഒരു മനോഹരമായ ഹിൽ സ്റ്റേഷൻ മാത്രമല്ല, എക്കാലത്തേക്കും ഓർമ്മിക്കാനുള്ള അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു ഇടം കൂടിയാണ്.